നമ്മുടെ നാടൊക്കെ ഒരു ഹൈപ്പർ മാർക്കറ്റ് സംസ്കാരത്തിലേക്ക് പോകുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഹൈപ്പർ മാർക്കറ്റ് സംവിധാനം സ്വീകരിച്ച ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ ഇപ്പോഴും നാടൻ ചന്തകൾ സമാന്തരമായി നടന്നു പോകാനുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ പല ഭാഗത്തും ഇതുപോലെ നാടൻ ചന്തകൾ നടക്കുന്നുണ്ട്. നമ്മുടെ നോർത്തേൺ ടെറിട്ടറിയിൽ ഞാൻ ജീവിക്കുന്ന ഡാർവിനിലെ മാർക്കറ്റിലെ കാഴ്ചകളാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഞാൻ എന്നും വീഡിയോ ചെയ്യാറില്ല. എനിക്ക് തോന്നുമ്പോൾ വല്ലപ്പോഴും ഒരു വീഡിയോ എനിക്ക് മറ്റുള്ളവരെ കാണിക്കണം തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യാറ്. ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണിത്. ഇവിടെ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഏത് ചെറിയ കടകളൊക്കെ നടക്കുന്ന പോലെ നടക്കുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്. ഇവിടെ 2 ക്ലിനിക്ക്, ഒരു മെഡിക്കൽ ലാബ്, പിന്നെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഇവിടെ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒഴിവാണ്. ഈ ദിവസങ്ങളിൽ കടകൾ അടഞ്ഞു കിടക്കും. അപ്പോൾ ഈ ഹാളിൽ മൊത്തം 2 സൈഡിലായി നടുവിൽ ആൾക്കാർക്ക് നടക്കാൻ പാകത്തിൽ സ്ഥലം ഒഴിച്ചിട്ട് സാധനങ്ങൾ നിരത്തി വെക്കും. എന്നിട്ട് സിറ്റി കൗൺസിലിൽ ഫീസ് അടച്ച് ലൈസൻസ് എടുത്ത് ഇവിടെ കച്ചവടം ചെയ്യും. ഇതിൽ ലോക്കലി എല്ലാ സാധനങ്ങളും കിട്ടും. ലോക്കലി കിട്ടുന്ന സാധനങ്ങളാണ് സംഘടിപ്പിച്ചിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. സ്വന്തമായി ഉണ്ടാക്കിയ ഡ്രസ്സ്, ഫുഡ്, ഡ്രിങ്ക്സ്, പച്ചക്കറികൾ, പഴങ്ങൾ, അങ്ങനെ അവരുടെ കച്ചവടക്കാർ അവരുടെ ചുറ്റുപാടെന്ന് ശേഖരിക്കുന്ന എന്തും ഇവിടെ കച്ചവടം ചെയ്യും. പിന്നെ പഴയ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. അതായത് പഴയ ചാർജർ, നിങ്ങളുടെ ചാർജർ നഷ്ടപ്പെട്ടു പോയാൽ പഴയ ചാർജർ കിട്ടും, മൗസ് കിട്ടും, ഉപയോഗിച്ച് കഴിഞ്ഞ മൗസ് കിട്ടും. അങ്ങനെ നമ്മൾ വീട്ടിൽ അടിക്കുന്ന ഡ്രസ്സ്, മാക്സിയൊക്കെ അടിക്കുകയാണെങ്കിൽ അതൊക്കെ കൊണ്ടുവന്ന് വിൽക്കാം. നമുക്കങ്ങനെ എന്തും വാങ്ങാൻ കിട്ടും ഇവിടെ. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലൊരു കച്ചവടക്കാരൻ തൊട്ടടുത്ത വീട്ടിൽ കുറേ കറിവേപ്പില, ആ കറിവേപ്പില ഇയാൾ പറിച്ചു കൊണ്ടുവന്ന് പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഇയാൾ ഇവിടെ വെക്കാം. ശനിയാഴ്ച ഇവിടെ തിരക്ക് കുറവാണ്, പക്ഷേ ഞായറാഴ്ച നല്ല തിരക്കാണ്. ഞാനൊന്നും പറഞ്ഞില്ല, നിങ്ങൾ ഈ ചന്തയുടെ ഒറിജിനൽ സൗണ്ടോടുകൂടി നിങ്ങളൊന്ന് കേട്ട് നോക്ക്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ സ്ഥിരമായി മാർക്കറ്റ് ഉണ്ടാകുന്ന എത്ര നല്ലതായിരിക്കും അല്ലേ? നമ്മുടെ നാടൻ പച്ചക്കറിയും നാടൻ പലഹാരങ്ങളൊക്കെ സ്ഥിരമായി നമുക്ക് കിട്ടുന്ന ഒരിടങ്ങൾ. ഇവിടെ നിന്ന് കച്ചവടത്തിന് ടാക്സ് ഇല്ല. എന്നാൽ കച്ചവടക്കാർ തമ്മിൽ മത്സരബുദ്ധിയുണ്ട്. അതുകൊണ്ട് അമിത വില ഈടാക്കില്ല. പിന്നെ കൗൺസിലിൻ്റെ ഫീ ആണ് നമ്മുടെ അധികാരികളുടെ വരുമാനം. അതുകൊണ്ട് അവർ ചെറിയ കൺട്രോളുണ്ടാവും. പിന്നെ വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും പൊതുവെ ഇവിടെ കിട്ടും. ഞങ്ങളൊക്കെ ഒരു മാസത്തിൽ ഒരു തവണ വന്നു കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് വേണ്ട വാഴക്കൊമ്പ്, പിന്നെ വാഴക്കട, പിന്നെ വാഴേൻ്റെ ഇല, പയറ്, കയ്പ, പപ്പായ, ഗ്രീൻ പപ്പായ, പിന്നെ തേങ്ങ, പിന്നെ പംകിൻ്റെ ഇല, ചേമ്പിൻ്റെ ഇല, പിന്നെ പയറിൻ്റെ കഴുത്ത്, അങ്ങനെ എല്ലാം നമ്മുടെ നാട്ടിൽ നമ്മൾ വീട്ടിലെ പറമ്പിൽ പറിച്ചിട്ട് കറി വെക്കില്ലേ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഈ സാറ്റർഡേ നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ അധികാരികൾക്ക് നല്ല വരുമാനമാണ് ഈ ടാക്സ്. പിന്നെ നമുക്ക് നല്ല ഓർഗാനിക് സാധനങ്ങൾ ഇവിടുന്ന് നമ്മുടെ നാടൻ സാധനങ്ങൾ കിട്ടും. പിന്നെ കച്ചവടക്കാർക്ക് എല്ലാ ശനിയും ഞായറും ഈ സംഭവം ഉള്ളതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് വരുമാനം കിട്ടും. ഇതൊരു നല്ലൊരു സംവിധാനമാണ്. നമ്മളൊക്കെ വലിയ സൂപ്പർ മാർക്കറ്റിൻ്റെ പിന്നാലെ പോവുക, വികസനത്തിൻ്റെ പേരും പറഞ്ഞിട്ട്. പക്ഷെ അതോടൊപ്പം തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഈ സൂപ്പർ മാർക്കറ്റ് സംസ്കാരത്തിലേക്ക് വന്ന ഈ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ അവരുടെ അവരുടെ തനിമ നിലനിർത്തിയിട്ടാണ് വികസനത്തെ സമീപിക്കുന്നത്. അതായത് ഒരു പക്വതയുള്ള ഒരു സമീപനം. ഇത് നമ്മളൊക്കെ കണ്ടുപിടിക്കേണ്ടതാണ്. എനിക്ക് വന്ന സമയത്ത് ഭയങ്കര അത്ഭുതം തോന്നിയത്. ഇപ്പം ഞാനിവിടെ വന്നിട്ട് എനിക്ക് ഈ $10 കൊണ്ട് കിട്ടിയ സാധനങ്ങളാണ് ഈ കാണുന്നത്. എനിക്കിതൊരാഴ്ചത്തേക്കുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ എന്ത് നല്ലതായിരുന്നു നോക്കിയേ, എന്ത് നല്ലതായിരുന്നു ആലോചിച്ച് നോക്കിയേ. നാടിനും നന്ന്, നമുക്ക് നന്ന്, കച്ചവടക്കാർക്ക് നന്ന്, സർക്കാരിന് നന്ന്. എന്തുകൊണ്ടാണ് നമ്മളിതൊന്നും ചെയ്യാത്തതെന്ന്? എന്തുകൊണ്ടാണ് നമ്മളതൊക്കെ ഒഴിവാക്കിയത്? ഇതൊന്നും വികസനമല്ല നമുക്ക് തോന്നിയോ? എല്ലാം പുറംനാടിനെങ്ങനെ അനുകരിക്കുന്നതാണ് വികസനം നമുക്ക് തോന്നിയെങ്കിൽ അത് ശരിക്കും ശരിയാണോ? ഇതൊക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. നല്ലത് ആരുടെ ആയാലും കണ്ടുപിടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല.